ഒരു ക്രിസ്ത്യൻ വീടാണ്. ആ വീട്ടിൽ എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. എൻ്റെ വാസം ഞാൻ തന്നെ തരിച്ചു പോയെന്ന് പറഞ്ഞു. അതിനും മാത്രം സാധനങ്ങൾ അതിനകത്തില്ലാത്ത സാധനമൊന്നുമില്ല. അവളെ ഞാൻ നോക്കിയപ്പോൾ കിണറ്റിനകത്ത് ക്ഷുദ്രം കിടക്കുന്നു ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരിക്കും അത് ഇട്ടേക്കുന്നത്? അതുപോലെ ഈ എടത്തുവായിൽ ഒരു ക്രിസ്ത്യൻ വീടാണ്. ആ വീട്ടിൽ എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. എൻ്റെ വാസം ഞാൻ തന്നെ തരിച്ചു പോയെന്ന് പറഞ്ഞു. അതിനും മാത്രം സാധനങ്ങൾ അതിനകത്തില്ലാത്ത സാധനമൊന്നുമില്ല. അവളെ ഞാൻ നോക്കിയപ്പോൾ കിണറ്റിനകത്ത് ക്ഷുദ്രം കിടക്കുന്നു ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരിക്കും അത് ഇട്ടേക്കുന്നത്? കിണറ്റിനകത്ത് അത് എന്നതാണെന്ന് അറിയണമെങ്കിൽ അത് കിണറ്റിലെ വെള്ളം പറ്റിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ വെള്ളം പറ്റിക്കാൻ വലിയ പൈസ പാർട്ടിയാണ്. വെള്ളം പറ്റിക്കാൻ വേണ്ടി മോട്ടർ കറണ്ട് കൊണ്ട് ഈ മോട്ടർ സ്റ്റാർട്ടാകുകയില്ല. അപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വരെ മോട്ടർ സ്റ്റാർട്ടായതാന്ന് ഓർക്കണം. ഈ മോട്ടർ സ്റ്റാർട്ടാകുകയില്ല. ഇതിൻ്റെ ഈ മോട്ടർ സ്റ്റാർട്ടാകുകയില്ല. അവരുടെ പണിക്കാരൻ പറഞ്ഞു, ചേട്ടാ മോട്ടർ സ്റ്റാർട്ടാകുകയില്ല. കറണ്ടുണ്ട്. മോട്ടറിന് വല്ലതും കേടുണ്ടോ? നോക്കിയിട്ട് പ്രത്യേകിച്ച് കേടൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് താക്കോല് ഈ കിണർ ഒരുപാട് താഴ്ചയൊന്നുമില്ല, നല്ലൊരു പിന്നെ അരികെല്ലാം നല്ലൊരു കെട്ടി അരങ്ങാണമൊക്കെ ഉള്ളതാണ്. ഈ താക്കോൽ ഈ അരങ്ങാണത്തെ വീണു. ഉടനെ ആ അരങ്ങാണത്തെ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശമ്പളക്കാരന് ആ താക്കോൽ എടുക്കാനായിട്ട് ഇറങ്ങി താക്കോൽ എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു സ്പ്രിങ് അവിടെ കിടക്കുന്നു ഈ അരങ്ങാണത്തേൽ. ഈ സ്പ്രിങ് എന്ന് പിടിച്ചപ്പോൾ കഴിഞ്ഞപ്പം കറണ്ട് അടിക്കുന്ന പോലെ പെട്ടെന്നൊരു തരിപ്പ് പെട്ടെന്ന് കൈ മാറ്റി. ഞാൻ അറിയുന്നില്ല. ഞാൻ ഈ വീടിൻ്റെ നേരെ എതിർവശത്തൊരു കസേരയിൽ ഇതിലെ മുറ്റത്തോടെ തണൽ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ വെള്ളം പറ്റിക്കണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അടുത്ത കാര്യം നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഒരു കടലാസെ കോരി എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അത് എൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം അത് പമ്പരം പോലെ കിടന്ന് കറങ്ങുന്നുണ്ട് ഈ സ്പ്രിങ്. ആ കടലാസ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മുകളിലോട്ട് കയറും, താഴോട്ടിറങ്ങും, പമ്പരം കറങ്ങും. ഞാൻ ഉടനെ പെല്ലെല്ലാം കൊണ്ട് നോക്കി, അതിൻ്റെ എനർജി നോക്കിയപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് കാണിച്ചിരിക്കുന്നത് അതേ ഇവിടെ അതിൻ്റെ തോടിൻ്റെ ഈണ്ടിക്കായി വീട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കൊണ്ട് ആ വെള്ളത്തോട് ഇട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കിണറ്റിൽ നോക്കിയപ്പോൾ സാധനം ഇട്ട് ഇല്ലതായിരുന്നു. മോട്ടർ സ്റ്റാർട്ടായി. അത് എന്നാ ഇടപാടാണ് എനിക്കറിയത്തില്ല, എന്നാ ഇടപാടാണ്. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയുടെ പണിയാണത്. അതാണ് ചെയ്യുന്നതല്ല. ഇത് ചെയ്യുന്ന ആൾക്കാർ ഇത് അവിടെ ചെയ്ത മുഴുവൻ ആ ആളിൻ്റെ സഹോദരനാണ്, ചെയ്യിച്ചതാണ്. കാശ് കൊടുത്ത് പിന്നെ ചെയ്യുന്ന ആൾക്കാർ ഈ മുമ്പേ പറഞ്ഞ കേട്ടോ ഈ ശ്മശാന ഭസ്മം കരിയൊക്കെ ആരാൻ പോകുന്നത് ഈ വൃത്തികെട്ട ആൾക്കാരല്ലേ വാരാൻ പോരുള്ളൂ. അതുപോലെ തന്നെ ഈ പിന്നെ കണ്ട നഖങ്ങളൊക്കെ തലമുടിയൊക്കെ എന്ന് പറഞ്ഞു. ഈ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പം ഈ തൂങ്ങി മരിച്ചതും നല്ല വിഷം കഴിച്ച് മരിച്ചതാക്കി സ്ത്രീകളൊക്കെ കാണാം. അവരുടെ നഖവും തലമുടിയൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി ചൂടും. ഈ എലിയ ഓന്ത് അരണ ഇങ്ങനെയുള്ള സാധനത്തിനെല്ലാം കൂടെ ചുട്ട് കരി ഉണ്ടാക്കും. ആ കരിയാണ് മുമ്പേ പറഞ്ഞത്. പിന്നെ വേറെ ചില സാധനം കൂടെ ഉണ്ട്. ഈ സാധനമൊക്കെയാണ് അതുകൊണ്ട് അരച്ച് വീടിന് മുറ്റത്തൂടെ കൊണ്ടിടുന്നത്. എത്ര നല്ലതായിരിക്കും എന്ന് ഓർത്താൽ മതി. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടിടുക മഹാപാപം. അതാ പറഞ്ഞാൽ ചൊവ്വുള്ളവരാരും ഇത് കൂട്ടി പണിക്ക് പോവുകയില്ല. പിന്നെ മടം പോയി കഴിഞ്ഞത് വീട് കഴിഞ്ഞത് എടുത്ത് കളയണ്ടേ? അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ കിടന്ന്. അപ്പോൾ ഇത് കൈ കൊണ്ട് തൊട്ടാൽ നെഗറ്റീവ് എനർജി നമ്മൾക്ക് ബാധിക്കും. അതുകൊണ്ടാണ് തുടരെന്ന് പറയുന്നത്. മൺവെട്ടി അതായത് തൂമ്പാ കൊണ്ട് കോരിയിട്ട് ചിരട്ടയ്ക്ക് കോരി പാത്രത്തിനകത്തൊക്കെ ആ കോരാൻ തുടങ്ങി ആ മണ്ണ് പോലും മറ്റൊരിടത്തും ഇടരുത്. കാരണം ഇതിൻ്റെ നെഗറ്റീവ് എനർജി അവിടെ ബാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ചട്ടിയോ കൊട്ടയോ കൊണ്ടിട്ട് ഇതിൻ്റെ കിളച്ചിട്ടോ ചിരട്ടയ്ക്ക് കോരി ഇല്ല വേറെ നിരക്കാതെ അതിനകത്തോട്ട് കൊണ്ട് ഇടുകയായിരുന്നു. ഇത് കോരി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറിയോന്ന് അറിയാൻ വേണ്ടി പെൻഡലം വെച്ച് നോക്കുകയായിരുന്നു. നോക്കുമ്പോൾ ആ പെൻഡലം നെഗറ്റീവ് ചലിച്ചു കഴിഞ്ഞാൽ സംഗതി തീർന്നു. നമുക്കറിയാം. പിന്നെ അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നോക്കും ആ മണ്ണും ഈ കുഴിച്ച സ്ഥലം കൂടെ നോക്കും. മറ്റേത് നെഗറ്റീവായിട്ട് ഉള്ള ആ വലത്തോട് തിരിഞ്ഞുണ്ടെന്നുള്ള കാണിക്കും. ഇതിനകത്ത് നോക്കുമ്പോൾ ഇല്ലെന്ന് കാണിക്കും. പിന്നെ ഇതിൻ്റെ എനർജി പോകാൻ വേണ്ടി അതിൻ്റെ മഞ്ഞളും ഉപ്പും
കാന്താരി മുളകൊക്കെ നമ്മൾ അരച്ച് അതിന് വേറെ പല സാധനങ്ങളുണ്ട് വേറെയും. ഇതെല്ലാം കൂടെ അരച്ച് കലക്കി അങ്ങോട്ട് കലക്കി ഒഴിക്കും, മഞ്ഞളൊക്കെ ഒഴിക്കും. അങ്ങനെ ഒഴിച്ചാൽ എനർജി കളയുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ കടകളിലും ഒക്കെ ഇതുപോലെ അല്ലേ, വീടുകളിൽ മാത്രമല്ല, വീടിൻ്റെ പറമ്പല്ല, കടകളിൽ ഇതൊക്കെ ചെയ്യും. പിന്നെ ഇല്ല, നമുക്ക് ഈ കടകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകൽ പോയി ഇതുവെല്ലാം ചെയ്യാൻ പറ്റും. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ സ്ഥിതി എന്നതാ അന്ധവിശ്വാസമാണ് മറിച്ചാന്നൊക്കെ പറയല്ലേ. അപ്പോൾ അത് നോക്കിക്കണ്ടുമൊക്കെ ചെയ്യും. അന്നേരം പിന്നെ ചിലർക്ക് പറ്റില്ലാത്തടത്ത് മുമ്പേ പറഞ്ഞ പോലെ ശങ്കിനകത്തും മരുന്നൊക്കെ കണ്ട് രഹസ്യമായിട്ട് പോയി ചെയ്ത് ഒഴിവാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് അല്ലാണ്ട് ഇത് എല്ലാ അത്ര നല്ല പണിയൊന്നുമല്ല. നമ്മളിത് നോക്കിയില്ലെങ്കിൽ നമുക്കിട്ട് തട്ട് കിട്ടും. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ് കുഴിച്ചിടുന്ന കാര്യങ്ങളെ കൊണ്ടിടുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചിലത് ഇപ്പം ഒന്നും ഭക്ഷണമല്ലാതെയും കൊണ്ടിടുന്നതും അല്ലാതെ ചിലപ്പോൾ മന്ത്രം മാത്രം അതിനാണ് അതായത് ക്ഷുദ്രാഭിചാരവും മഹാഭിചാരവും. ഈ മഹാഭിചാരമാണ് ഇരുന്നിട്ട് ഓതി വിടുന്നത്. അതിന് ഓതി വിടുക എന്ന് പറയും. ഓതി വിടുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഓതി വിടുന്നതിന് മാന്തി പിടിക്കാൻ പറ്റുകയല്ലോ. നാളെ അതിനും പണിയുണ്ട്. അതിന് മുമ്പേ പറഞ്ഞ പോലെ ഈ മരുന്നും കൂട്ടി വെച്ച് മുമ്പേ പറഞ്ഞ പോലെ ശങ്കിനകത്ത് വെച്ചിട്ട് നമ്മൾ ചില മന്ത്ര പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ ആ എനർജി വണ്ടൂത്തിൽ വെച്ച് അതിനകത്തോട്ട് തിരിക്കും. അപ്പം അതിനെ എങ്ങനെയാണ് മാറ്റുക? അങ്ങനെ വരുന്ന മന്ത്രം ഓതി വിടുന്ന അതുകൊണ്ട് കൊണ്ട് ഒഴുക്കുക ചെയ്യുന്നത്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിങ്ങനെ ഒഴിവാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ചോളെ. അപ്പോൾ ഈ ആ കോത്ത് തന്നെ ഒരു പണി, പിടുത്തം തന്നെ നമുക്കും. ഇതിനൊരു പരിധിയില്ലേ. പിന്നെ അടുത്ത പണി ചെയ്യും. അടുത്ത പണി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളിൻ്റെ കൈ ഒടിഞ്ഞെന്നിരിക്കും, കാലൊടിഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ജീവനും പോയി. അങ്ങനത്തെ പണിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓതി വിടുന്നതിന് എങ്ങനെ പരിഹാരം? ഓതി വിടുന്നതിന് നമ്മൾ നമ്മൾ മനസ്സിലാക്കും ഇത് എപ്പോഴാണ് ഓതുന്നതെന്ന്. അത് പിന്നത്തെ മനസ്സിലാക്കും. നമ്മൾ തയ്യാറായി നിൽക്കും. അവിടുന്ന് ഓതി കറണ്ട് പോലെയല്ലേ ഇത്. അന്നേരം ഇവിടെ ഒന്ന് ശങ്കിനകത്ത് കിട്ടും. അന്നേരം കിട്ടും. എപ്പോൾ ഓതി വിട്ടു അത് കഴിഞ്ഞ് അവിടെ ഓതി വിട്ടത് ആ എനർജി നമ്മളെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ എനർജിയെ നമ്മൾ ഈ ശങ്കിനകത്തോട്ടാക്കും. ആവാഹിക്കുക എന്ന് പറയും. ആവാഹിക്കുക എന്ന് വെച്ചാൽ വിളിച്ചു വരുത്തുക അർത്ഥം. ഇതിനകത്തോട്ടാക്കും. ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കും. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ കൂടോത്രങ്ങളും അല്ലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തികൾ പല പ്രാവശ്യം ഒരു വ്യക്തിക്കായിട്ട് ചെയ്തു. ഇത് തിരിച്ച് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് അതൊക്കെ സാവധാനേ വരുള്ളൂ. തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ചെയ്യണം, തിരിച്ച് അങ്ങോട്ടും ചെയ്യണം. അത് ചെയ്യുന്നില്ലല്ലോ. നമ്മളിത് എടുത്തു കളഞ്ഞിട്ട് ഭഗവതിയോടല്ലേ ഭഗവാനോട് പ്രാർത്ഥിക്കും. ഭഗവാൻ എനിക്കിനി ഈ ശല്യം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അത് അവരാ ശിക്ഷിക്കുന്നത്. ചിലപ്പം നമ്മൾ കൈ ഒഴിയും. നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ദുരിതം പിന്നെ നമ്മൾ അനുഭവിക്കണം. ആ ദോഷമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ആരും അത് ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല. മുമ്പേ പറഞ്ഞൊരു പറമ്പിൽ കുഴിച്ചിടുന്നതും ഭക്ഷണമായിട്ട് ഉള്ളിൽ ചെല്ലുന്നതും ഓതി വിടുന്ന എല്ലാം ഒരേ ശക്തി തന്നെയാണോ? അല്ലല്ല, പലത് വരും, പല ശക്തി വരും. അതായത് ജിന്നെന്ന് പറയും. ജിന്നെന്ന് പറയുന്നതാണ് മിക്കവാറും ഈ ബ്ലാക്ക് മാജിക്ക് വരുന്നതെല്ലാം മിക്കവാറും ജിന്ന. അതല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഏക്കുന്ന രീതിയിൽ ജിന്ന് വരും, പട്ടാണി വരും. അങ്ങനെ പിന്നെ വിവിധ തരത്തിലുള്ള നെഗറ്റീവ് എനർജികളുണ്ട്. ഏതിനാ ശക്തി കൂടുതൽ? കുഴിച്ചിടുന്നതിനാണോ ശക്തി കൂടുതൽ, അതോ നമ്മുടെ ഭക്ഷണമായിട്ട് ഉള്ളിൽ ചെല്ലുന്നതാണോ? നമുക്ക് ഭക്ഷണമായിട്ട് ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബോധം മറയുന്ന പണിയല്ലേ കാണിക്കുന്നത്. അതൊരു രീതി. അത് ആ ഒരാൾക്കല്ലേ ഉള്ളൂ. ഈ മണ്ണിൽ കൊണ്ട കുഴിച്ചിട്ട് ആ വീട്ടിൽ എല്ലാവർക്കും ആണ്. അതാണ് ഓതി വിടുന്നു. അതും ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും. അത് വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി അകലേന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടുപിടിക്കുകയല്ലോ. ഈ ഭസ്മമൊക്കെ ജപിച്ച് ഊതി വിടും. അതിൻ്റെ എനർജി അങ്ങ് വെടിച്ചിട്ട് പോലെ പോകും. അത് കറണ്ട് സ്വിച്ച് ഇടുന്ന പോലെ തന്നെ അത് ഉടനെ നമ്മളെ വീടിനെ ബാധിക്കും. ഇന്ന് മനുഷ്യരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കുന്നതാണ്. വീട്ടിൽ പ്രൊട്ടക്ഷൻ ചെയ്ത് ഇതുപോലത്തെ ചില പിന്നെ യന്ത്രങ്ങളൊക്കെ എഴുതി ഓരോരുത്തർ തൂക്കുന്ന കാണാമല്ലേ. ഇപ്പം ഈ സുദർശന യന്ത്രം, പിന്നെ ശൂലിനി യന്ത്രം, ഇതൊക്കെ വീടിൻ്റെ ഭാഗങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങോട്ട് വരികയില്ല. കുമ്പളങ്ങ കെട്ടി തൂക്കുന്നത് ഈ നെഗറ്റീവ് വലിക്കുന്ന സാധനം, അതുകൊണ്ടാണ് കിട്ടുന്നത്. അത് കുമ്പളങ്ങ മാത്രമല്ല, ഇതുണ്ടല്ലോ പിന്നെ കറ്റാർവാഴ, പിന്നെ വീടിൻ്റെ മുൻവശത്ത് കെട്ടി തൂക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കയറി വരുന്ന ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെടിച്ചട്ടിക്കകത്ത് ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇത് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീടിന് സുരക്ഷിതമാണ്. ഇതിനകത്ത് ഇതെല്ലാം കറ്റാർവാഴയല്ലേ. പിന്നെ എങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് ഉണ്ടാകുന്നത്? ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. നല്ല കാര്യം. അത് വളരെ ഫസ്റ്റ് നല്ല പോസിറ്റീവ്. അതാണ് ഈ നെഗറ്റീവ് ഇല്ലാത്തതിൻ്റെ കാരണം. അത് തന്നെയാണ്, അത് ഐശ്വര്യമാണ്. അത് വരുന്ന വീടിൻ്റെ അപ്പുറം എപ്പുറം നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഞ്ഞൾ വീടിൻ്റെ മുറ്റത്തോടെ നട്ട്
വീട്ടിൽ നല്ല തുളസി നടന്നതാണ്. തെക്ക് വശം അത് നട്ടേക്കരുത്, നാശമാണ്. കന്നിമൂല നിങ്ങളുടെ തുളസി നടാൻ പാടില്ല, ദോഷം ചെയ്യും. ഏറ്റവും നല്ലത് വടക്ക് വശവും കിഴക്ക് വശവും. കിഴക്കെന്ന് വെച്ചാൽ മീനം മേടം രാശികളിൽ പിന്നെ നട്ട് വടക്ക് വശം രാശി പടഞ്ഞാഴ്ചയൊക്കെ നട്ടു. തെക്ക് വശത്ത് മാത്രം തുളസി നട്ടേക്കരുത്. ബാക്കിയൊക്കെ നട്ടോളെ. തുളസി ധാരാളം മുളച്ച് വരുന്ന ആ വീടിന് ദൈവാധീനം ഒരുപാടുണ്ടെന്ന് തെളിവാണ്. അത് ചില വീട്ടിൽ തുളസി ഉണ്ടാകുകയല്ല. എൻ്റെ വീട്ടിൽ കാട് പോലെ ഉണ്ടാകും. അങ്ങനെ വരുന്നവരൊക്കെ പറയും ഇത് കൊള്ളാവല്ലോ എന്ന് പറയും. വീട്ടിൽ ഇങ്ങനെ മുറ്റൊക്കെ ഞാൻ തുളസി പറിച്ച് കളയല. അന്നേരം വീട്ടിൽ എൻ്റെ കുടുംബം പറയും ചൂലെടുത്ത് അടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. നീ അടിക്കണ്ട, നീ പെറിക്കാമെന്ന് പറഞ്ഞു ഞാൻ. കാരണം എനിക്ക് തുളസി അത്രയും പ്രാണനാണ്. അതുപോലെ കാരണം അതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എൻ്റെ തുളസിയില പറിച്ച് നെറ്റിയെ തൂത്ത് കഴിഞ്ഞാൽ ആ തലവേദന വരെയും മാറും. അതാണ് തുളസി. എല്ലാ വീട്ടിലും തുളസി വളരെ മാറും. നല്ല അങ്ങനെയുള്ള വീടുകളിലും. അതിൻ്റെ നമുക്കിനി പെൻഡുലത്തിലേക്ക് വരാം. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പെൻഡുല ശാസ്ത്രത്തെ പറ്റിയാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ഈ പെൻഡുലം എന്താണെന്നുള്ളത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും പെൻഡുലം എന്ന് പറയുന്നത് പിന്നെ അതൊരു നൂല് ചില ഞാന്ന് കിടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പവറൊന്നും അല്ല. ഇതിന് പവറുണ്ടോ? ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെയാണ്. നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ ഏകാഗ്രമായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പെൻഡുലത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഈ ചുമ്മാ ചോദിച്ചത്. ഈ ഈശ്വരീയമായിട്ടുള്ള ഈ മെഡിറ്റേഷനൊക്കെ ചെയ്തെങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ, നമുക്ക് കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇത് വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞു. 72 ഗ്രാം അല്ലേ? 72 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒരു സാധനം കാണാൻ പോയി കുട്ടികളെ. ഒരു സ്വർണ്ണം ചില കാണാതെ പോയി. ഒരു സ്വല്പം സ്വർണത്തിൻ്റെ മയം ഇതിനകത്തോട്ട് പിന്നെ ഇട്ടേച്ച് ഈ പെൻഡുലം പിടിച്ചു കഴിഞ്ഞാൽ പെൻഡുലത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സത്യാവസ്ഥ അറിയാൻ പറ്റും. അതിനകത്ത് കിണറിന് സാധനം കാണാൻ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ കിണറിൽ ഞാൻ ഒരുപാട് കിണറിൽ സാധനം കണ്ടിട്ടുള്ള കൂടുതലാണ്. ഞാൻ കുഴൽക്കിണറിനുള്ള സാധനം കാണും. പിന്നെ അതല്ലാതെ ഉള്ള കിണറിനൊക്കെ സാധനം കണ്ടതാണ്. പല കിണറിന് ഈ കിണറിൻ്റെ വെള്ളം അതിൻ്റെ ആഴ്ച എന്തെങ്കിലും അറിയാൻ പറ്റും. അതിൻ്റെ കല്ലെത്രയുണ്ട്, എങ്ങനെയൊക്കെയാണ്, മണ്ണ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പെൻഡുലം പറഞ്ഞു തരും. അതൊരു വ്യത്യാസം വരികയില്ല. നമ്മുടെ മനസ്സ് നമ്മൾ ഒരിടത്തൊരു കിണറിന് സാധനം കാണാൻ പോയി സാധനം കണ്ടച്ച കിണർ കുത്തിക്കെന്ന് പറഞ്ഞു. മാളെ ഇന്നൊരു കിണർ കുത്തണമെങ്കിൽ എന്തേലും കാശാവെന്ന് പറയണം. നമുക്കറിയാൻ മേലാത്ത കാര്യം നമ്മൾ ഇടപെടാൻ പോകരുത്. അറിയാവുന്നതേ ചെയ്യാവുള്ളൂ, പറ്റിക്കരുത് ആരെയും. അത് കാരണം ഞാനിങ്ങനെ പലർക്കും കിണറിൻ്റെ സാധനം കണ്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത്ര കോല് മണ്ണുണ്ട്, ഇത്ര കോല് പിന്നെ കല്ലുണ്ട്, അതിൻ്റെ ഉറവല്ല ഇന്ന വഴി കൂടെ എല്ലാം ഉറവെടുത്ത് കാഴ്ച കൊടുക്കുന്നത്. ഇവരിതെല്ലാം കണക്കാക്കിക്കൊണ്ട് പിന്നെ ഈ കിണർ കുത്തി നോക്കിയിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ എല്ലാ ഉറവിലും കിട്ടുന്നുണ്ട്. ആദ്യം കിണറിൽ സാധനം കാണുന്നത് ഞാൻ എൻ്റെ ഭാര്യയുടെ ആങ്ങളൊക്കെയാണ്. പുത്തനൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടാ എനിക്കൊരു വീടിന് പിന്നെ കിണറിൽ സാധനം കാണണമെന്ന് പറഞ്ഞു. ഈ കിണർ ഉടനെ കുത്താനാണോ ചോദിച്ചു. ഞാൻ ഉടനെ കുത്താനാണെന്ന് പറഞ്ഞു. ഉടനെ വീടിൻ്റെ മീനം രാശിയിലോട്ട് പെൻഡുലം പിടിച്ചു. നോക്കിയപ്പം വെള്ളമുണ്ട്. ചരിച്ച് കാണിച്ചു കൊടുത്തു. ഇവിടെ കിണർ കുത്തിക്കൊള്ളാൻ പറഞ്ഞു. 7.5 കോല്. ഞാൻ പറഞ്ഞു ഒരു 4 കോല് മണ്ണ് കാണും, ബാക്കി മുഴുവൻ വെടി വെക്കണം. പിന്നെ ഉറവൽ ഇന്ന പോലെ ഉറവലുണ്ട്, ചരിച്ച് കാണിച്ചു കൊടുത്തു. ഇവനെന്നാ ഇത് 3 കാലിനെ കൊണ്ടുള്ള കിണർ കുത്തി. മാഡം 1.5 ആഴ്ച കൊണ്ട് അവൻ കിണർ കുത്തി ഈ പറയുന്ന രീതിയിലുള്ള വെള്ളമുണ്ട്. അങ്ങനെ ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് പിന്നെ 2 കിണറിന് സാധനം കണ്ടു. ഒന്നല്ല, അത് വലിയ പുള്ളിയാന്ന് പറഞ്ഞത് നിസ്സാരക്കാരനൊന്നും അല്ല. ആ ആളിനോട് പറഞ്ഞു കിണറിൻ്റെ സാധനം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. ഇത് 3-ാം പക്കം കുഴൽക്കിണർ കുത്തുന്ന പിന്നെ മിഷൻ വന്നു, കിണർ കുത്തി. അപ്പോൾ ഞാൻ കുഴൽക്കിണറിന് മുമ്പ് സാധനം കണ്ടിട്ടില്ല, പഠിച്ചതല്ലേ ഉള്ളൂ. ഞാനപ്പോൾ കാവലെ നിന്നു. 80 അടി താന്നപ്പോൾ മലം വെള്ളം കാക്കാൻ തുടങ്ങി. അന്നേരം അതിൻ്റെ അടിവേറെ തണുത്തത്. കാരണം ഈ മനസ്സിന് നേരുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ചെയ്തിട്ടില്ലാത്ത കാര്യമല്ലേ. അത് കഴിഞ്ഞിട്ട് പോകായ ആൾ വരുന്നത്. ഞങ്ങൾക്ക് വേണം ഒക്കെ സാധനം കണ്ടുകൊടുത്തു. എല്ലാം കുത്തി ആവശ്യം പോലെ വെള്ളം.
പിന്നെ ഞാനിതൊന്നും ബോർഡ് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ കിണർ ദാനം കാണാൻ പോകുന്നുണ്ട്, ഞാൻ പെൻഡുലം യാത്രത്തിന് പോകുന്നു, ഞാൻ എൻ്റെ വീഡിയോ ഒന്നുമില്ല. പിന്നെ ആരെങ്കിലും ചോദിച്ച് കേട്ട് വരുമ്പം പോയി ചെയ്ത് കൊടുക്കുന്നുള്ളതല്ലാണ്ട് ഞാനിങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടില്ല. ഇതിനൊക്കെ വേണ്ടിയല്ലാതെ വേറെ എന്തിനൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് പെൻഡുലം ഉപയോഗിക്കാം? അപ്പോൾ ഒരു കല്യാണക്കാര്യം വന്നു, ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകം നോക്കി ഇത് കൊള്ളാവോ എന്ന് അറിയാൻ വേണ്ടി പെൻഡുലം കൊണ്ട് നോക്കാൻ പറ്റും, ജാതകം ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ കൊള്ളാമെങ്കിൽ പോസിറ്റീവ് കാണിക്കും, ഇല്ലെങ്കിൽ നോക്കേ വേണ്ട. അതാണ് പെൻഡുലത്തിൻ്റെ പറയുന്നത്. പെൻഡുലത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പെൻഡുലത്തിൻ്റെ പ്രത്യേകത. കണ്ടാൽ നിസ്സാരമല്ലേ? നിസ്സാരമാണ്. ഇതൊക്കെ വാങ്ങി, ഇതെനിക്ക് എൻ്റെ ഗുരു തന്നതാണ്. ഇത് ഈ രാത്രി ഞാൻ കാശ് കൊടുത്ത് മേടിച്ച നാളെ ഒന്നുമില്ല. എനിക്ക് ഓരോരുത്തർ അതൊക്കെ പഠിപ്പിച്ചത് എന്നെ ആദ്യം പഠിപ്പിച്ച സാറ് തന്ന അതും അത് വേറെ ഒന്നുണ്ട് ഒരു ചെറുത്, അതിനാ തുടക്കം. അതൊക്കെ എന്നെ പഠിപ്പിച്ച സാറ് തന്നതാണ്. ഈ സാറ് ഞങ്ങളൊക്കെ കൂടി ഈ മരുത്താമലയിൽ പിന്നെ അതെ നാരായണ ഗുരു അവിടെ പോയി ആശ്രമത്തിൽ. അപ്പോൾ അവിടെ ലെവൽ 4 പിന്നെ ക്യാമ്പായിരുന്നു. ഈ 4ാം പക്കം സാറ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കൂടെയുള്ള ആൾക്കാരുടെ വലിയൊരു വക്കീലന്മാരൊക്കെയാണ്. സാറ് പറഞ്ഞു പിന്നെ ഈ ആശ്രമത്തിൻ്റെ അതിനൊരു കുളം വേണം, അത് വെള്ളം ഇന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ചോറൂണെല്ലാം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എല്ലാവരുടെയും സാധനമൊക്കെ എടുത്തോ, നിങ്ങൾക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. 5-6 പേരുണ്ട്. ഇറങ്ങി ഒരു ഭാഗത്ത് പോയി നിൽക്കുക. ഇവരെല്ലാം ഇത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ അമ്പലം കറങ്ങി നടപ്പുണ്ട്. സാറിങ്ങനെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഒരിടത്ത് നിന്ന് നോക്കിയാൽ ഞാനും മാറി നിൽപ്പുണ്ട്. ഞാനതിൽ സാറിനോട് ചോദിച്ചു, എന്നതാ സാറേ ചോദിച്ചു, ഇവിടെ വെള്ളം കിട്ടുമായിട്ടാണോ ചോദിച്ചു ഈ പണി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു സാറേ ഒരു വീടിനുള്ള കഷ്ടിച്ചുള്ള കിണർ കുത്തിയാൽ ഇന്ന ഭാഗത്ത് വെള്ളം കിട്ടുന്നത്. സാറ് മിണ്ടിയില്ല. അവരൊക്കെ ഇനി വട്ടം പറഞ്ഞു. വിരളം വന്നേച്ച് പറഞ്ഞു സാറേ ഇവിടെയെങ്കിലും വെള്ളമില്ല. അന്നേരം സാറ് പറഞ്ഞു വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള വെള്ളം കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ആ സാറ് എന്നോട് ചോദിച്ചു എവിടെയായാലും ഈ വെള്ളമുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ഇന്ന ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോയേക്കാന്ന് പറഞ്ഞു. എല്ലാം കൂടെ പോയി സാറ് തന്നെയാണ് കുറ്റിയടിച്ചത്. വെള്ളവും കിട്ടി, ആവശ്യം പോലെ വെള്ളം. അത് ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി സാറ് കാണിച്ചു കൊടുത്തതാണ്. അവിടെ ഒരു അടുക്കുകല്ലുള്ള പ്രദേശമായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് തപ്പാൻ പറ്റില്ല. എനിക്ക് എടുത്ത് നോക്കിയപ്പോഴേ എനിക്ക് സംഗതി പിടി കിട്ടി. സാറ് തൊട്ട് മാറി നിൽക്കുക. സാറ് പറഞ്ഞു, സാറിനോട് ഞാൻ ചോദിച്ചു സാറേ എന്നതാ സാറേ ഇവിടെ തപ്പുന്നതെന്ന് ചോദിച്ചു. അവൻ നോക്കിച്ച് പെട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെൻഡുലം ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു വലിയൊരു ശാസ്ത്രമാണ്. ഇപ്പോൾ സാർ പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ടും കൂടോത്രം കണ്ടുപിടിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹ ആലോചനകൾ വരികയാണെങ്കിൽ അത് ചേരുമോ നോക്കുക, പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും കൈവശം ഏറ്റിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ചികിത്സയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു, ആര് ചികിത്സിച്ചാൽ ആ ഇന്ന ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചാൽ മതിയോ, ഇന്ന മരുന്ന് കഴിച്ചാൽ മതിയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ട് ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാം. ഏത് ഭാഗത്താണെന്നോ അസുഖമുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഡോക്ടർമാർ ആദ്യമേ നോക്കുമ്പോൾ കണ്ടെന്ന് വരികയില്ല, പക്ഷേ പെൻഡുലം പറയും ഈ ആൾക്ക് അസുഖമുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പം നമ്മൾ നോക്കിയാൽ ആദ്യമേ കണ്ടെന്ന്, പക്ഷേ മിക്കവാറും കാണും. തലയ്ക്ക് കാണും. നമ്മൾ ഓരോ ഭാഗം പ്രത്യേകം നോക്കും. തലയ്ക്കുണ്ടോ, കണ്ണിനുണ്ടോ, നെറ്റിക്കുണ്ടോ, കഴുത്തിനുണ്ടോ, മാറിടത്തുണ്ടോ, കൈക്കുണ്ടോ, കാലിന് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിക്കും. അന്നേരം ഏത് ഭാഗമാണെന്ന് നോക്കും. അപ്പോൾ ഇന്ന ഭാഗമാണ്. അതുപോലെ നെഗറ്റീവിൻ്റെ വല്ല എനർജിയുടെ വല്ലതാണ് ആണെങ്കിൽ ആണെന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കാണിക്കും. അപ്പോൾ ഏതൊരു അസുഖം ഉണ്ടെങ്കിൽ അത് പിന്നീട് ശരിക്കും അപ്പം ഏത് തരത്തിൽ ആയുർവേദം വേണോ, ഹോമിയോ വേണോ, അലോപ്പതി വേണോ, എന്ത് വേണമെന്ന് അതും അതിനുള്ള ചാർട്ടറുണ്ട്. ചാർട്ടർ വരച്ചിട്ട് ആ ചാർട്ടറെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതെല്ലാം കിട്ടും. അപ്പോൾ ഏത് ചികിത്സയ്ക്ക് വേണം കണ്ടുപിടിക്കാൻ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പെൻഡുലം എന്ന് പറയുന്നത് വാസം പറഞ്ഞ ഒരു പ്രകൃതി കരഞ്ഞ ഒരു വസ്തു ഒരുപാട് തന്നെ ശരിക്കും വലിയ ദൈവികമായ. അതെ. ഇത് ഈശ്വരീയമായ ഈശ്വരൻ കാണിച്ചു തന്ന ഒരു വിദ്യയാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന, അല്ലേ, നമ്മളെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന, നമ്മളെ ദൈവത്തിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു മനുഷ്യരിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ടൂൾ എന്നൊക്കെ പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നവർ ഈ പെൻഡുലത്തെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാറ് ഇപ്പം ഏതെങ്കിലും വീടിന് പ്രശ്നമുണ്ടോ, പെൻഡുലം വെച്ചിട്ട് കണ്ടുപിടിച്ച് തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് നോക്കുക. സാറിൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും.
അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ സാർ? അപ്പം രവീന്ദ്രൻ സാറാണ് നമ്മോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.